ഇന്നത്തെ നമ്മുടെ താരം മട്ടൺ സ്റ്റൂ. ആദ്യമായി വേണ്ടത് 2 സബോള, പച്ചമുളക് 4, ഇഞ്ചി വെളുത്തുള്ളി, കരിവേപ്പില, 1 കിലോ മട്ടനും. ഇനി കരുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, ആ കമ്മൽ പോലത്തെ സാധനം കൂടെ എടുത്തിട്ട്, എനിക്ക് എൻ്റെ പേര് എടുക്കാം കേട്ടോ, ഇച്ചിരി എണ്ണ ഒഴിച്ചിരിക്കുന്നത് മൂപ്പിക്കുക. ഇനി കുക്കറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടൊന്നും വാട്ടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ശരിക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് ശകലം കരിവേപ്പില ഇട്ട് സവോള ഹാഫ് കുക്ക്ഡ് ആകുമ്പോഴേക്കും നമുക്കതിലേക്ക് കഴുകി വെച്ചേക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം. മട്ടനും ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മട്ടൺ ഒന്ന് ചെറുതായി തന്നെ സ്റ്റിഫായി വരുമ്പോഴേക്കും എന്ന് വെച്ചാൽ ആ പച്ചപ്പൊന്ന് മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും അത്രയും ചേർത്തുകൊണ്ട് ഞാൻ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ പൊട്ടാറ്റോയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. അതേപോലെ ചെറിയൊരു ടൊമാറ്റോയും കൂടി ഞാൻ ചേർക്കണം കേട്ടോ. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇത് എനിക്കിപ്പോൾ 3 വിസിൽ അടിക്കേണ്ടി വന്നു കേട്ടോ. ചിലപ്പം 1 വിസിൽ മതി. അപ്പോൾ നിങ്ങളുടെ മട്ടൻ്റെ വേവ് അനുസരിച്ച് നോക്കണം. ആദ്യം 1 വിസിലിട്ട് നോക്കിയിട്ട് മതി അടുത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ 3 വിസിലായപ്പോൾ മട്ടനോട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു കയ്യബദ്ധം ആർക്കാണെങ്കിലും പറ്റും കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ 1-ാം പാൽ 2-ാം പാൽ ഒരുമിച്ചാട്ടോ മിക്സ് ചെയ്തേക്കണം. അത് മാറ്റി വെച്ചിട്ടില്ല, 2 ഒഴിച്ചു. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായിക്കോട്ടെ. അങ്ങനെ തിളയ്ക്കണമെന്നില്ല, ഒന്ന് ചൂടാകുമ്പോഴേക്കും മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയായാലും മതി കേട്ടോ. ഞാൻ ഇവിടെ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് കാഷ്നട്ട് ഇങ്ങനെ പൊളന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്തുണ്ടെങ്കിൽ കാഷ്നട്ട് പെറുക്കി നമ്മുടെ ആ മാറ്റി വെച്ചിട്ട് മട്ടണിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ചെറിയുള്ളി എടുക്കണം. ചെറിയുള്ളി ആയിരുന്നു വട്ടത്തിലായിരുന്നു, അതൊന്ന് മൂപ്പിച്ച് ഇച്ചിരി കരിവേപ്പില ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്കിതും കൂടെ അത് ചേർക്കാം. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.